بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം നിർവഹിച്ചതുപോലെ നമസ്കാരം നിർവഹിച്ചാലേ അത് പരിപൂർണമായ പ്രതിഫലത്തിന് അർഹമായ നമസ്കാരമായി തീരുകയുള്ളൂ എന്ന് കൃത്യമായി സമൂഹത്തെ ഉത്ബുദ്ധരാക്കിക്കൊണ്ടിരിക്കുന്ന വിഭാഗമാണ് ഇസ്ലാഹി പ്രസ്ഥാനം. ആ കാര്യം കണിശവും കൃത്യവുമായി ജനസമക്ഷം അവതരിപ്പിച്ചു പോരുന്നു എന്ന കാരണത്താൽ ഒട്ടേറെ ആരോപണങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും വിധേയമായി ഇസ്ലാഹി പ്രസ്ഥാനം ഇന്നും ജനങ്ങൾ അതിനെ നോക്കിക്കാണുകയാണ്. ഇത്തരം ഒരു സന്ദർഭത്തിൽ പലപ്പോഴും മുജാഹിദുകളുടെ പ്രദേശത്ത് പള്ളി നിർമ്മിക്കുമ്പോൾ ആ പള്ളികളിൽ നിങ്ങൾ നമസ്കാരത്തിന് പോകാൻ പാടില്ലെന്നതിന് പല കാരണങ്ങൾ നിരത്തുന്ന കൂട്ടത്തിൽ ഉന്നയിക്കപ്പെടാറുള്ള ഒരു സംഗതിയാണ് അവരുടെ പള്ളിയിൽ സുബഹിയിൽ നമസ്കാരത്തിൽ ഖുനൂത്തില്ല എന്നത്. എന്തുകൊണ്ടാണ് സുബഹി നമസ്കാരത്തിൽ മുജാഹിദുകളുടെ പള്ളികളിൽ ഖുനൂത്ത് നിർവഹിക്കപ്പെടാത്തത്, അതല്ലെങ്കിൽ മുജാഹിദുകൾ അങ്ങനെ നിർവഹിക്കാത്തത്? ഇത് പല അവസരങ്ങളിലായി
പലപ്പോഴും പല സുഹൃത്തുക്കളും സംശയമായി ഇപ്പോഴും ചോദിക്കാറുണ്ട്. അവരോട് ചോദിക്കുന്ന ആളുകളുടെ മുമ്പിൽ തെളിവുകൾ പറയാൻ പലപ്പോഴും അവർക്ക് കഴിയാതെ പോകുന്നത് തെളിവുകളുടെ കമ്മി കൊണ്ടോ കുറവ് കൊണ്ടോ അല്ല, അവരത് ഗ്രഹിക്കാത്ത കാരണം ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം നേരിടേണ്ടി വരുന്ന ആരോപണങ്ങൾ ഒരു ഭാഗത്ത് ഇന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താരോപണമാണ് ആ വിഷയത്തിലുള്ളതെന്ന് ശേഷം വഴിയെ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ആദ്യം സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് സുബഹി നമസ്കാരത്തിൽ, ഫജ്ർ നമസ്കാരത്തിൽ മുജാഹിദുകൾ അതിന്റെ രണ്ടാമത്തെ റക്അത്തിൽ ഖുനൂത്ത് നിർവഹിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതാണ് നമുക്കല്പം ചർച്ച ചെയ്യാനുള്ളത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ അവിടുന്ന് എപ്പോഴെങ്കിലും ഖുനൂത്ത് നിർവഹിച്ചിട്ടുണ്ടോ? ഇതും ആളുകൾക്ക് അറിയാൻ താൽപര്യമുണ്ടാകുന്ന ഒരു വിഷയമാണ്. പല അവസരങ്ങളിലായി ഗുരുതരമായ പല പൊതുവിപത്തുകളും സംഭവിക്കുന്ന ഘട്ടത്തിൽ അതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന നടത്തിയതായി, നമസ്കാരത്തിൽ പ്രത്യേക പ്രാർത്ഥന നടത്തിയതായി സ്വഹീഹായ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് സുബഹി നമസ്കാരത്തിൽ മാത്രമാണെന്ന് വിചാരിക്കരുത്. എല്ലാ നിർബന്ധ നമസ്കാരങ്ങളിലും അവിടുന്ന് ഈ ഒരർത്ഥത്തിലുള്ള ഖുനൂത്ത് അവിടുന്ന് നിർവഹിച്ചിട്ടുണ്ട് എന്ന് സ്വഹീഹായ ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അറാദ അൻ യദഉവ അലാ അഹദിൻ ഔ യദഉ ലി അഹദിൻ ഖനത ബഅദ الركوع فربما قال إذا قال سمع الله لمن حمده ربنا ولك الحمد اللهم أنجِ الوليد بن الوليد وسلمة بن هشام وعياش بن أبي ربيعة والمستضعفين من المؤمنين اللهم اشدد وطأتك على مضر واجعلها عليهم سنين كسني يوسف. ഇതിപ്പോ ബുഖാരിയിൽ വന്നൊരു സംഭവമാണ്. എന്താണ് ഈ സ്വഹാബി പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കെങ്കിലും എതിരെ പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്ന അവസരത്തിൽ അവിടുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. റുക്കൂഴിന് ശേഷം അവിടുന്ന് ഇങ്ങനെ ഖനത്ത, അവിടുന്ന് വളരെ വിനയത്തോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാറുണ്ട്. ആ സമൂഹത്തിൽ ആരുടെയെങ്കിലും രക്ഷയ്ക്ക് വേണ്ടിയോ ശിക്ഷയ്ക്ക് വേണ്ടിയോ പ്രവാചകൻ പ്രാർത്ഥിക്കേണ്ടി വന്നാൽ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പല ആളുകളെയും രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ച സംഭവം, അതുപോലെ തന്നെ പലരുടെയും മേൽ നിന്റെ ശിക്ഷ ചൊരിയണേ എന്ന് പ്രാർത്ഥിച്ച സംഭവം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ചതായി ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ ഹദീസ് വിശദമായി വായിച്ച അർത്ഥം പറയുന്നില്ല, അതിന്റെ ആശയം മാത്രം നമ്മുടെ സമയത്തിൽ ഒരുങ്ങി നിന്നുകൊണ്ട് ഗ്രഹിക്കാൻ വേണ്ടിയാണ് അത് സൂചിപ്പിച്ചത്. ഇനി അതേപോലെ തന്നെ ഇമാം അഹ്മദും അബൂദാവൂദും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ട്, അവിടുന്ന് പറയുകയാണ്, ഖനത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശഹ്റൻ മുതതാബിഅൻ ഫിൽ ളുഹ്രി വൽ അസ്രി വൽ മഗ്രിബി വൽ ഇശാഇ വസ്സുബ്ഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസക്കാലം തുടർച്ചയായി ളുഹ്റിലും അസ്റിലും മഗ്രിബിലും ഇശായിലും ഫജ്റിലും ഒക്കെ ഖുനൂത്തോതി, ഖുനൂത്ത് പാരായണം ചെയ്തു. ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തിന്റെയും അവസാന സമയത്തിൽ എന്ന് പറഞ്ഞാൽ ഇദാ ഖാല സമിഅല്ലാഹു ലിമൻ ഹമിദാ മിനർ റക്അത്തിൽ ആഖിറ, അവസാനത്തെ റക്അത്തിൽ സമിഅല്ലാഹു ലിമൻ ഹമിദാ എന്ന് റുക്കൂഇൽ ഉയർന്നതിന്റെ ശേഷം പറഞ്ഞ ഉടനെ യദഉ അലൈഹിം, ഒരു സമൂഹത്തിനും ഒരു ഗോത്രത്തിനും ഒക്കെ എതിരെയുള്ള പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചുവെന്നും വയുഅമ്മിനു മൻ ഖൽഫഹു, അവിടുത്തെ പിന്നിൽ നിസ്കരിക്കുന്ന ആളുകൾ ആമീൻ പറയുകയും ചെയ്തു. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുകയാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ ഈ പൊതു സ്വഭാവത്തിലുള്ള ഖുനൂത്താണ്, പൊതുവായ സ്വഭാവത്തിലുള്ള ഖുനൂത്ത്. അതും ഫജ്റിൽ അതിന് പ്രത്യേകതയില്ല. ഇതേപോലെ തന്നെ ഇമാം അഹ്മദും മുസ്ലിമും നസായിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം,
അനസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയാണ് പറയുന്നത്. ആ പേര് നമ്മൾ ഓർത്തു വെക്കണം, അനസ് റളിയല്ലാഹു അൻഹു. കാരണം അതേ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ തന്നെയാണ് മറ്റു ചില റിപ്പോർട്ടുകളും ചില ആളുകൾ ഉദ്ധരിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഈ സ്വഹാബി തന്നെ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖനത ശഹ്റൻ യദ്ഉ അലാ അഹ്യാഇൻ മിൻ അഹ്യാഇൽ അറബി, അറബികളിലെ ചില ഗോത്രങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കുന്ന നിലയിൽ ഒരു മാസക്കാലം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുനൂത്ത് നിർവഹിച്ചു. സുമ്മ തറക്കഹു, പിന്നീട് നബി കരീം അത് ഉപേക്ഷിക്കുകയും ചെയ്തു. ഒരു മാസക്കാലം അവിടുന്ന് തുടർച്ചയായി ഖുനൂത്ത് ഓതി. ഏതാണിത് സംഭവം? ബുഖാരിയിൽ തന്നെ പറയുന്നു, ഖനത ശഹ്റൻ ഹീന ഖുതിലൽ ഖുറാഉ ഫമാ റഅയ്തുഹു ഹസിന ഹസനൻ ഖത്തു അശദ്ദ മിൻഹു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അയച്ച കുറെ ഖാരിഈങ്ങളായ മതപണ്ഡിതന്മാര് വധിക്കപ്പെട്ട അവസരത്തിലാണ് ഇങ്ങനെ ഖുനൂത്ത് നിർവഹിച്ചത്. അവരെ കൊന്ന ഘാതകന്മാർക്കെതിരിലാണ് പ്രവാചകൻ ദുആ ചെയ്തത്. ഇതുപോലെ പ്രവാചകൻ കഠിനമായി ദുഃഖിച്ച ഒരവസരം ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല എന്ന് സ്വഹാബി പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിലേക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കുറെ ആളുകളെ വിട്ടുതരണം എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിൽ ശുദ്ധമായ കാപട്യം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ശത്രുക്കൾ പ്രവാചകനെ സമീപിച്ച സംഭവമാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ നാട്ടിൽ ദീന് പഠിക്കാൻ മോഹമുള്ള കുറെ ആളുകളുണ്ട്. അവർക്കൊന്നും ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയൂല. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയുന്ന ഖുർആൻ പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരെ ഞങ്ങളുടെ നാട്ടിലേക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കള്ളം പറയുകയാണ് ശത്രുക്കൾ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമാണെങ്കിൽ ഒരാളുടെ മനസ്സിന് വെളിച്ചം കിട്ടുന്ന ഒരു പ്രവർത്തനത്തിന് ഒരാൾ ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് ജീവനേക്കാൾ സ്നേഹിക്കുന്ന സംഗതിയാണെന്ന് നമ്മളെ ആരും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. പ്രവാചകൻ തെറ്റിദ്ധരിച്ചു പോയി, അവര് പറയുന്നത് ശരിയാണെന്ന് വിചാരിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പണ്ഡിതന്മാരെ ആ പ്രദേശത്തേക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അതൊരു ചതിയായിരുന്നു എന്ന് ഈ പോകുന്ന പണ്ഡിതന്മാർക്ക്, സ്വഹാബികൾക്ക് വഴിക്ക് വെച്ചാണ് മനസ്സിലാകുന്നത്. സൂത്രത്തിൽ ഈ ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചു കൊടുത്ത ഈ അരുമ ശിഷ്യന്മാരെ ശത്രുക്കൾ വളഞ്ഞു വെച്ച് നിഷ്കരുണം വധിക്കുകയായിരുന്നു. ആ വിവരം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഴിയിലൂടെ റബ്ബ് അറിയിച്ചു കൊടുത്തു. ആ സംഭവം അറിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ ദുഃഖിച്ചു. അതാണ് നേരത്തെ സ്വഹാബി പറഞ്ഞത്, ഫമാ റഅയ്തുഹു, റസൂലുള്ളാഹിനെ ഞാൻ കണ്ടിട്ടേയില്ല, ഇതുപോലെ ഇതിനേക്കാൾ കഠിനമായി ദുഃഖിച്ചൊരവസരം ഞങ്ങൾ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞത്. ഇത് ഖുനൂത്തിന്റെ വിഷയത്തിലാണ് ഇവിടെ പറയുന്നതെങ്കിലും സുഹൃത്തുക്കളെ, ഇതിൽ മറ്റൊരു വിഷയം കൂടി അടങ്ങിക്കിടക്കുന്നു. മഹാനായ നബി തങ്ങളുടെ മുമ്പിലേക്ക് പണ്ഡിതന്മാരെ ആവശ്യപ്പെട്ടുകൊണ്ട് കള്ളപ്രകടനവും അഭിനയവുമായി വന്നിട്ടുള്ള ഈ ആളുകളുടെ ശത്രുക്കളുടെ മനസ്സ് വായിക്കാൻ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് സാധിച്ചില്ല. ഇവരുടെ മനസ്സിന്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കാപട്യമാണെന്നും എന്റെ സ്വഹാബത്തിനെ കൊണ്ടുപോയി വകവരുത്താനും കൊന്നുകളയാനുമുള്ള ഇവരുടെ തീരുമാനമാണ് ഇവരുടെ ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യമെന്നും കാരുണ്യത്തിന്റെ റസൂലായ മുഹമ്മദ് മുസ്തഫക്കപ്പ മനസ്സിലായില്ല. കാരണം റസൂലുള്ളാഹിക്ക് മനുഷ്യന്റെ മനസ്സ് വായിക്കാൻ അറിഞ്ഞൂടാ. മനുഷ്യ മനസ്സ് വായിക്കാൻ അറിയുന്നവൻ റബ്ബ് മാത്രമാണ്. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ, കണ്ണുകളുടെ വഞ്ചനാനോട്ടവും അതുപോലെ തന്നെ ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളും അറിയുന്നവൻ അല്ലാഹു മാത്രമാകുന്നു. അക്കഴിവ് റസൂലുള്ളാഹിക്ക് വരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ കള്ളം പറഞ്ഞ ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട് പ്രവാചകൻ അതറിയാമെങ്കിൽ ചോദിക്കാമായിരുന്നു, നിങ്ങൾ എന്നെ പറ്റിക്കാൻ വന്നതല്ലേ, എന്റെ അരിമ ശിഷ്യന്മാരെ കൊല്ലാനുള്ള ഏർപ്പാടല്ലേ, നടക്കില്ല മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ വിട്ടോ അവരെ? ഇല്ല, റസൂലുള്ളാഹിക്ക് മനസ്സിലായില്ല. എന്നിട്ടും നമ്മൾ വിശ്വസിക്കുകയാണ്. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ജീവിച്ചിരിക്കുമ്പോ മാത്രമല്ല, ഇപ്പൊ ബഗ്ദാദിൽ മരിച്ചു കിടക്കുമ്പോഴും ഖബറിൽ ഇരുന്നു കൊണ്ട് കിടന്നുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ മുരീദുകളുടെയും കൽബകത്തുള്ള കാര്യങ്ങൾ കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി
പറഞ്ഞോവർ എന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതിന്റെ ആളുകളായിട്ടില്ലെങ്കിൽ അവൻ സുന്നത്ത് ജമാഅത്തിന്റെ പരിധിയില്ലെന്ന് ഔട്ടാണെന്ന് പറയുകയും ചെയ്യുന്ന ലോകത്താ നമ്മളുള്ളത്. മുഹയ്യിദ്ദീൻ ശൈഖിന് ഈ കഴിവൊക്കെ ഉണ്ട് എന്നാണ് വിശ്വാസം. അത് വിശ്വസിച്ചില്ലെങ്കിൽ സുന്നിയാവൂല, അത് വിശ്വസിച്ചില്ലെങ്കിൽ നരകത്തിൽ എന്ന നിലക്കല്ലേ പ്രചരണം പോകുന്നത്. ആ മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെയും ലോകത്തുള്ള എല്ലാവരുടെയും മനസ്സിലെ മാണിക്യക്കല്ലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിലേക്ക് തന്റെ അനുയായികളെ കൊല്ലാൻ വേണ്ടി വന്ന ശത്രുക്കളുടെ മനസ്സ് വായിക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സാധിക്കാതെ പോയെങ്കിൽ അത് റസൂലുള്ളാഹിയുടെ കുറ്റമല്ല. അല്ലാഹ് അത് അറിയിച്ചു കൊടുത്തിട്ടില്ല. അതിന് പടച്ചോനൊരു ഹിക്മത്തുണ്ടാവും അത് അറിയിച്ചു കൊടുക്കാത്തതിന്. അപ്പൊ അവർ വായിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നൊരു വിഷയത്തിലേക്ക് തിരിച്ചു വരട്ടെ. ആ സംഭവത്തിലാണ് പ്രവാചകൻ തന്റെ അരിമ ശിഷ്യന്മാരോട് ഈ കൊടും ക്രൂരത കാണിച്ച സമൂഹത്തിനെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 നേരത്തെ നിസ്കാരത്തിലും ദുആ ചെയ്യുകയാണ്. പടച്ചവനെ, നിന്റെ കഠിനമായ ശിക്ഷ അവരിൽ ഇറങ്ങണം. നീ ഓരോരുത്തരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പടച്ചതമ്പുരാനോട് ദുആ ചെയ്തു. നീ അവരെ പിടിക്കണം, നീ അവരെ ശക്തമായ പിടുത്തം പിടിക്കണേ എന്ന് ദുആ ചെയ്തു. പിന്നെ സഹാബത്ത് പറയണ റസൂൽ ആ നിസ്കാരത്തിൽ പേരെടുത്ത് പറഞ്ഞ ആൾക്കാരൊക്കെ പിന്നെ ബദറിൽ ഇങ്ങനെ കഴുത്തറുക്കപ്പെട്ട് മുറിഞ്ഞു കിടക്കുന്നതായി ഞങ്ങൾ കാണുകയുണ്ടായി. കാരണം പ്രാർത്ഥിച്ചത് മഹാനായ മുഹമ്മദ് മുസ്തഫയാണ്. നോക്കണം. അപ്പൊ ആ ഒരു സംഭവത്തിലാണ് സുഹൃത്തുക്കളെ പ്രവാചകൻ അങ്ങനെ പ്രാർത്ഥിച്ചത്. അങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചു. പിന്നെ അല്ലാഹു തആല പറഞ്ഞു, ഇനി വേണ്ട, പ്രാർത്ഥിക്കണ്ട, നിർത്തിവെക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1 മാസക്കാലം ഈ ഏർപ്പാട് തുടർന്നു. പിന്നീട് ഖുനൂത്ത് സുമ്മ തറക്കഹു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുനൂത്ത് അവസാനിപ്പിച്ചു. എന്നാൽ ഇതാണ് ഈ വിഷയത്തിൽ പ്രബലമായിട്ട് വന്ന, അഥവാ ബുഖാരിയിലും മുസ്ലിമിലും സ്വഹീഹായ മേഖലയിലൊക്കെ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള സംഭവം. എന്നാൽ ചില ആളുകൾ പറയുന്നു സുബഹിക്ക് ഖുനൂത്ത് പ്രവാചകൻ മരണം വരെ ഓതിയിട്ടുണ്ട്. അത് പറയുന്നത് ആരാണ്? നേരത്തെ ഞാൻ ഈ പറഞ്ഞ 1 മാസക്കാലം റസൂൽ ഖുനൂത്ത് ഓതിയിട്ട് പിന്നെ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന അതേ സ്വഹാബിയുടെ പേരിൽ. നിങ്ങൾ നോക്കൂ, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് തന്നെ വീണ്ടും പറയുകയാണെന്ത്? അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖനത ശഹ്റൻ യദ്ഉ അലാ ഖാതിലി അസ്ഹാബിഹി ബിബിഇരി മഊന സുമ്മ തറക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംഭവത്തിന്റെ പേരിൽ ആ കൊലയാളികൾക്കെതിരെ 1 മാസക്കാലം ഖുനൂത്ത് നിർവഹിക്കുകയും സുമ്മ തറക എന്ന് കൃത്യമായി തന്നെ അനസ് റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തിയിട്ട് പിന്നെ ആ ഹദീസിനൊരു വാല് വെച്ചു കൊടുത്തു. അതില്ലാത്തതാ. എന്താ വാല്? പിന്നെ തുടർന്നുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞു എന്ന് വരുത്തി തീർക്കുകയാണ്. എന്താ പറഞ്ഞത് പോലും? ഫഅമ്മ സുബ്ഹ്, എന്നാൽ സുബഹി നമസ്കാരം ഫലം യസൽ യഖ്നുതു ഹത്താ ഫാറഖ ദുനിയാ. റസൂലുള്ള ഖുനൂത്ത് ഓതിക്കൊണ്ടേയിരുന്നു സുബഹിയിൽ, ദുനിയാവിൽ നിന്ന് വിട പിരിയുവോളം. ദുനിയാവിൽ വിട പറയുന്നത് വരേക്കും പ്രവാചകൻ സുബഹിക്ക് ഖുനൂത്ത് നിർവഹിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ പേരിൽ പറഞ്ഞു. ഈ ഹദീസിന്റെ പരമ്പര, ഈ വാചകം വന്നിട്ടുള്ള റിപ്പോർട്ടിന്റെ പരമ്പര അങ്ങേയറ്റം ദുർബലമാണ്. എന്താ ദുർബല എന്ന് പറഞ്ഞാൽ? ഒരു ഹദീസിനെ സ്വീകരിക്കാൻ ഒരു ഹദീസിന്റെ കോലം അതിനുണ്ടായാൽ പോരാ, അതിന്റെ പരമ്പരയിൽ വന്നിട്ടുള്ള വ്യക്തികളുടെ ചരിത്രം പരിശോധിച്ച് അവരെ കൃത്യമായ പരിശോധനക്ക് വിധേയമാക്കി പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങളും ഷർത്തുകളും ഒക്കെ ഒത്ത വ്യക്തിത്വങ്ങളാണോ എന്ന് പരിശോധിക്കപ്പെടും. ആ പരിശോധനയിൽ ഇതിന്റെ സനദിൽ വന്നിട്ടുള്ള അബൂ ജഅഫറുർ റാസി എന്ന് പറയുന്ന വ്യക്തി, റബീഅ് ഇബ്നു അനസ് എന്ന് പറയുന്ന വ്യക്തി, ഇവരൊക്കെ ഈ വിഷയത്തിൽ അസ്വീകാര്യരാണ്, കൊള്ളരുതാത്തവരാണ് എന്ന് കൃത്യമായി ആ ശാസ്ത്രത്തിൽ അവഗാഹം നേടിയിട്ടുള്ള പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മീസാനുൽ ഇഅ്തിദാൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം, തഹ്ദീബിൽ കാണാം. ഇതൊക്കെ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ഈ സനദിൽ അഥവാ ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത ഏത് സംഭവം? സുബഹിയിൽ അവിടുന്ന് മരണം വരെ ഹത്താ ഫാറഖ ദുനിയാ, ദുനിയാവിൽ നിന്ന് വിട പറയുന്നത് വരേക്കും അവിടുന്ന് ഫജ്റിൽ ഖുനൂത്ത് ഓതിയിട്ടുണ്ട് എന്ന് പറയുന്ന വാചകമുള്ള ആ സംഭവം റിപ്പോർട്ട് ചെയ്ത പരമ്പരയിലുള്ള വ്യക്തികളിൽ അബൂ ജഅഫറുർ റാസി എന്ന് പറയുന്ന വ്യക്തി, റബീഅ് ഇബ്നു അനസ് എന്ന് പറയുന്ന വ്യക്തി, ഇവരൊക്കെയും ഈ രംഗത്ത് വിശ്വസിക്കാൻ കൊള്ളരുതാത്തവരാകുന്നു എന്ന് കണിശമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്ഥാനത്ത് ആ ഹദീസിന് ഹദീസ് പണ്ഡിതന്മാരുടെ ഉസൂലുൽ ഹദീസിന്റെ ശാസ്ത്ര
ശാസ്ത്രപ്രകാരം നിയമപ്രകാരം മഖ്ബൂൽ സ്വീകാര്യതയുടെ പട്ടികയിൽ സ്ഥാനമില്ല. മറിച്ച് മർദൂദ് തള്ളപ്പെടുന്നവ അതിന്റെ പട്ടികയിലാണ് ഇതിന് സ്ഥാനമുള്ളത്. ഇതാണ് സുഹൃത്തുക്കളെ ഈ വിഷയത്തിലുള്ള പ്രധാനപ്പെട്ട സംഗതി. എന്നാൽ നിങ്ങൾ നോക്കൂ, ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ സ്വഹാബിമാർക്കിടയിൽ ഈ വിഷയത്തിൽ എന്തൊക്കെ അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്, അഥവാ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് എന്താണ് ഈ വിഷയത്തിൽ പഠിച്ചു വെച്ചത്, ഇതും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് അനാചാരമാണ്, സുബഹിക്ക് നടക്കുന്ന ഈ സമ്പ്രദായം, ഇതിന് തെളിവുകളുടെ പിൻബലമില്ല എന്നുള്ള വാദം ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും 920-കൾക്ക് ശേഷം കേരളത്തിൽ കൊണ്ടുവന്ന ഒരു നവീന വാദമൊന്നുമല്ല. ചില ആളുകൾ പറയുന്നത് കേട്ട അങ്ങനെ തോന്നിപ്പോവുക. ഇത് കേരളത്തിൽ 920-കൾക്ക് ശേഷം വന്ന ഒരു പുതിയ വാദമാണ്. ഇത് ബിദ്അത്താണ്, ഇത് പുതിയതാണ് എന്ന വാദം പണ്ടില്ല, പുതിയതാണെന്ന വാദം തന്നെ പുതിയതാണ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങളാ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കൂ, ഒരു സ്വഹാബിയോട് മോൻ ചോദിക്കുകയാണ്, അന്നബി മാലിക്കുൽ അസ്ജഇ, അബൂ മാലിക്കുൽ അസ്ജഇ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ശരിക്കുള്ള കൃത്യമായ പേര് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു സഅദ് ബിൻ താരിഖ് ബിൻ അശ്യം എന്നാണ്. അദ്ദേഹം തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ഖുൽതു ലി അബീ, അദ്ദേഹം പറയുകയാണ്, ഞാൻ എന്റെ ഉപ്പയോട് ചോദിച്ചു, യാ അബതി ഇന്നക ഖദ് സല്ലൈത ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീ ബക്രിൻ വ ഉമറ വ ഉസ്മാന വ അലി ഇബ്നു അബീ ത്വാലിബിൻ ഹാഹുനാ ബിൽ കൂഫത്തി നഹ്വൻ മിൻ 5 സിനീന അകാനൂ യഖുനുതൂന ഫിൽ ഫജ്രി ഖാല ഐ ബുനയ്യ മുഹദസുൻ. എന്താ ചോദ്യം? അബൂ മാലിക്കുൽ അസ്ജഇ അദ്ദേഹം പറയാണ്, ഞാൻ എന്റെ ഉപ്പനോട് ചോദിച്ചു, യാ അബത്തി, എന്റെ പൊന്നൂപ്പ, ഇന്നക ഖദ് സല്ലൈത, നിങ്ങൾക്ക് നിസ്കരിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടല്ലോ, ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടല്ലോ, വ അബീ ബക്കറിൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും, വ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും, വ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെയും, വ അലി ഇബ്നു അബീ ത്വാലിബിൻ ഹാഹുനാ ബിൽ കൂഫത്തി, ഈ കൂഫയിൽ വെച്ച് അലിയാരുടെ പിന്നിൽ 5 വർഷവും നിങ്ങൾ മഅ്മൂമായി നിസ്കരിച്ചിട്ടുണ്ടല്ലോ, വ റസൂലുള്ളാഹിയുടെയും 4 ഖലീഫമാരുടെയും പിന്നിൽ നിങ്ങൾക്ക് നിസ്കരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടല്ലോ. അകാനൂ യഖ്നുതൂന ഫിൽ ഫജ്രി, അവരെ ഫജ്റിൽ ഖുനൂത്ത് നിർവഹിക്കുന്നവരായിരുന്നുവോ? ഖാല, അദ്ദേഹത്തിന്റെ മറുപടി എന്താ? ഐ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, അത് മുഹദസുൻ, അത് പുതിയതാണ്, ആ പുതിയതില്ലാത്തൊരു സമ്പ്രദായമാണ്. ഈ ഹദീസാണ് പറഞ്ഞു കൊടുക്കുമ്പോ പല സുഹൃത്തുക്കളും തിരിച്ചു പറയണത് ഐ ബുനയ്യ മുഹദസ് എന്ന് പറഞ്ഞാൽ മൗലവിമാർക്ക് തിരിയാഞ്ഞിട്ടാണ് എന്ന്. അതിന്റെ അർത്ഥം മനസ്സിലായില്ല പോലും. എന്താ ഐ ബുനയ്യ മുഹദസ് എന്ന് പറഞ്ഞാ? മോനെ, ആ ചോദ്യം തന്നെ പുതിയതാണെന്നാ. എന്താ എനിക്ക് ഇത്ര സംശയമെന്ന്? അങ്ങനെ ഒരു സംശയം തന്നെ ഉണ്ടാകാൻ പാടില്ല. ചോദ്യം തന്നെ പുതിയതാണാ ഉദ്ദേശം, അതല്ല ഖുനൂത്ത് പുതിയതാണല്ല. അങ്ങനെ ആരെങ്കിലും ചോദിക്കോന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം തന്നെ വേറെ റിപ്പോർട്ടിൽ ഇങ്ങനെ കൂടെ പറഞ്ഞിട്ടുണ്ട്, സല്ലൈതു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം യഖ്നുത് വസല്ലൈതു ഖൽഫ അബീ ബക്കറിൻ ഫലം യഖ്നുത് വസല്ലൈതു ഖൽഫ ഉമറ ഫലം യഖ്നുത് وصليت خلف عثمان فلم يقنت وصليت خلف علي فلم يقنت ثم قال يا بني انها بدعه. എന്താ സംശയം? അദ്ദേഹം പറയണേ, ഞാൻ ഇവിടെ പിന്നിൽ നിസ്കരിച്ചു, റസൂൽ ഖുനൂത്ത് ഓതിയിട്ടില്ല. അബൂബക്കർ സിദ്ദീഖിന്റെ പിന്നിൽ നിസ്കരിച്ചു, ഖുനൂത്ത് ഓതിയിട്ടില്ല. ഉമർ ഖത്താബിന്റെ പിന്നിൽ നിസ്കരിച്ചു, ഖുനൂത്ത് ഓതിയിട്ടില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ പിന്നിൽ നിസ്കരിച്ചു, ഖുനൂത്ത് ഓതിയിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ഇന്നഹാ ബിദ്അത്തുൻ. ഇപ്പൊ ചോദ്യം ബിദ്അത്താനാ ഖുനൂത്ത് ബിദ്അത്താനാ മനസ്സിലാക്കേണ്ടത്? ഇന്നഹാ ബിദ്അത്തുൻ, അത് ബിദ്അത്താണ്, അത് അനാചാരമാകുന്നു. ഇതാണ് സുഹൃത്തുക്കളെ ഈ വിഷയത്തിലുള്ള കൃത്യമായ നിലപാട്. അപ്പൊ പ്രമാണങ്ങളുടെ പിൻബലം ഈ വിഷയത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന് പുന്നാര നബി പഠിപ്പിച്ചത് കൊണ്ടാണ്, അഥവാ ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കുവീൻ എന്ന് പുന്നാര റസൂലുള്ള പഠിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ ഫജ്റിന് ഖുനൂത്ത് പ്രത്യേകം നിർവഹിക്കാത്തത്. ഇതാണ് ഇപ്പൊ അതിന്റെ വസ്തുത. ഇങ്ങനെയാണ്. പിന്നെ ആകെ പറയാറുള്ളത് എന്താണ്?
ഈ ഒരു കാര്യം കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിലാകെ പല ആൾക്കാരും തെളിവ് പറയുന്നത്, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ തെളിവാണ്, ഹത്താ ഫാറഖദ്ദുന്യ. ആ ഫാറഖദ്ദുന്യയുടെ അവസ്ഥ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ പറയുന്നു ഖുർആനിൽ പോലും ഉണ്ട് എന്നാണ് ചില ആൾക്കാർ പറഞ്ഞു പോയത്. ഖുർആനിലുണ്ട് വഖൂമൂ ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുവീൻ, നമസ്കരിക്കുവീൻ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഖാനിതീന, ഖുനൂത്ത് ഓതുന്നവരായി നമസ്കരിക്കുവീൻ. ഖുർആനിലുണ്ട്, ഇങ്ങനെ ആയത്ത് ഖുർആനിലുണ്ട്. പക്ഷെ സുഹൃത്തുക്കളെ, അതിന്റെ ആശയം അതാണോ? എന്താ അതിന്റെ ആശയം? നിങ്ങൾ ഖുനൂത്ത് ഓതിക്കൊണ്ട് നിസ്കരിച്ചോളിൻ എന്നല്ല. ഈ ആയത്ത് നബിയിൽ നിന്ന് കേട്ട സ്വഹാബിമാർ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. ഇതിന് നമുക്ക് തഫ്സീറുകളിലൊക്കെ കാണുന്ന വ്യാഖ്യാനം ഖാനിതീന അയ്യൽ മുതീഈന, വളരെ വിനയത്തോടെ ഭയഭക്തിയോടുകൂടി അടക്കത്തോടെ ഒതുക്കത്തോടെ എന്നാണ്. നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നല്ല അടക്കം വേണം, ഒതുക്കം വേണം, വിനയം വേണം, ഭക്തി വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടും വേറെ വർത്താനം പറഞ്ഞിട്ടും കയ്യും കാലും ചൊറിഞ്ഞിട്ടും കാലിളക്കിയിട്ടും കയ്യിളക്കിയിട്ടൊന്നും ഭക്തിക്ക് നഷ്ടപ്പെടുന്ന നിലക്ക് ആ നിലക്ക് നിങ്ങൾ ചെയ്യാതെ വളരെ അനുസരണബോധത്തോടുകൂടി തികഞ്ഞ വിനയാന്വിതരായിക്കൊണ്ട് നിർവഹിക്കണം. സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബി പറയാണ്, ആ സന്ദർഭവും കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. എന്താ മഹാനവറുകൾ പറയുന്നത്? കുന്നാ നതകല്ലമു ഫിസ്സലാത്തി യുകല്ലിമു അഹദുനാ അഖാഹു ഫീ ഹാജതിഹി ഹത്താ നസലത് ഹാദിഹിൽ ആയ ഹഫിളു അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ ഫഉമിർനാ ബിസ്സുകൂതി വനുഹീനാ അനിൽ കലാമി. ബുഖാരിയിലുള്ള സംഭവമാണ്. ഇനി അപ്പുറയിൽ എന്ത് വിശദീകരണം വേണ്ടത്? എന്താ അദ്ദേഹത്തിന് നൽകിയത് വ്യാഖ്യാനം? ഞങ്ങൾ നമസ്കാരത്തിൽ ആദ്യ കാലഘട്ടത്തിൽ അത്യാവശ്യമുള്ള കാര്യമൊക്കെ ഒപ്പം നിൽക്കണവരോട് വർത്താനം പറയലുണ്ട് നിസ്കരിക്കുമ്പോ. പണ്ട് അങ്ങനെയായിരുന്നു. നിസ്കരിക്കുമ്പോ അത്യാവശ്യം വല്ല സംഗതിയൊക്കെ ഉണ്ടെങ്കിൽ അടുത്തുള്ളവരോടൊക്കെ ചോദിക്കും. നിസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പണ്ടത്തെ കാര്യം പറയുന്നത്. ഈ മൗലവി അങ്ങനെ പറഞ്ഞു ആരും പറയരുത്. കാരണം പകുതി കേട്ട് പോകണ ചില സുഹൃത്തുക്കളുണ്ട്, പകുതി കേട്ടിട്ട് പോകും. എന്നിട്ട് നിങ്ങൾ അങ്ങനെ പ്രസംഗിച്ചല്ല പണ്ട് വർത്താനം പറഞ്ഞു പണ്ടത്തെ കാര്യം പറയണത്. പണ്ടത്തെ കാര്യം പറയുന്നത് സ്വഹാബി പറയാണ്, കുന്നാ നതകല്ലമു ഫി സ്വലാത്തി യുകല്ലിമു അഹദുനാ അഖാഹു ഫി ഹാജതിഹി. ഞങ്ങൾ അത്യാവശ്യ കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ തന്റെ സഹോദരനോട് ഞങ്ങൾ വല്ലതൊക്കെ മുണ്ടിക്കൂട്ടം പറഞ്ഞുകൊണ്ട് നിക്കരിക്കും, ഇങ്ങനെ തുടരും. ഹത്താ നസലത് ഹാദിഹിൽ ആയ, ഈ ആയത്ത് ഇറങ്ങുന്നത് വരെ. എന്താ ആയത്തില്? ഹാഫിളു അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ, നിങ്ങൾ നമസ്കാരങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകം സൂക്ഷ്മത പുലർത്തണേ. പ്രത്യേകിച്ച് വുസ്താ നമസ്കാരം. ഏതാണ് ആ നമസ്കാരം എന്നതിൽ പണ്ഡിതന്മാർക്ക് തർക്കണ്ട്. എന്തായാലും അസർ നമസ്കാരമാണ് എന്നാണ് പ്രവാചക ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള അഭിപ്രായം. പ്രത്യേകം 5 നിസ്കാരങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് പറയാണ്, വഖൂമൂ ലില്ലാഹി ഖാനിതീന, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കുവീൻ വളരെ വിനയത്തോടുകൂടി അടക്കത്തോടെ ഒതുക്കത്തോടെ. ഈ ആയത്ത് ഇറങ്ങിയതിന്റെ ശേഷം ഫൗമിർനാ ബിസ്സുകൂതി വനുഹീനാ അനിൽ കലാം, ഇത് അവതരിക്കുന്നത് വരെ ഞങ്ങൾ ഇടക്കൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നുവെങ്കിൽ ഇതിന്റെ അവതരണത്തോടുകൂടി ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടു ബിസ്സുകൂതി, മൗനം പാലിക്കാൻ, വനുഹീനാ അനിൽ കലാം, ഇനി സംസാരം പാടില്ലെന്ന വിരോധവും ഉണ്ടായി. അപ്പോ ഈ ആയത്ത് കൊണ്ട് സ്വഹാബി മനസ്സിലാക്കിയത്, ഈ ആയത്തിറങ്ങോളം ഞങ്ങൾ കുനൂത്ത് ഓതിയിരുന്നില്ല, ഈ ആയത്തിറങ്ങിയതിനു ശേഷം പിന്നെ ഞങ്ങൾ കുനൂത്ത് ഓതാൻ തുടങ്ങിയെന്ന് സ്വഹാബി മനസ്സിലാക്കിയില്ല. വളരെ വ്യക്തല്ലേ, വളരെ വ്യക്തത. എന്നാൽ നമ്മളെ KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടൊക്കെ അദ്ദേഹത്തിന് കുനൂത്തും കൂട്ടപ്രാർത്ഥനയും ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം അതിൽ തെളിവായിട്ട് ഖുർആനിൽ ഉദ്ധരിച്ച ആയത്ത് വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. എന്നാൽ അദ്ദേഹം ഖുർആൻ പരിഭാഷ എഴുതിയ ആളാണ്. ഖുർആനിന് പരിഭാഷ എഴുതിയ ആളാണ് KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്. അദ്ദേഹം ആ പരിഭാഷ എഴുതിയപ്പോ അദ്ദേഹം തന്നെ തന്റെ ഖുർആൻ പരിഭാഷയിൽ ഇങ്ങനെ ഒരു സൂചന ഉണ്ട് എന്ന് പോലും എഴുതിയില്ല. അതായത് രസം. ഖുർആൻ പരിഭാഷ എഴുതിയപ്പോ അദ്ദേഹത്തിന് എഴുതാൻ തോന്നിയില്ല. അദ്ദേഹം എന്താ പരിഭാഷയിൽ അർത്ഥം എഴുതിയത്? അള്ളാഹുവിനോട് അനുസരണവും വിനയഭക്തിയുമുള്ളവരായി നിൽക്കുകയും ചെയ്യുക. അദ്ദേഹം കൊടുത്താർത്താണ് വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. സൂറത്തുൽ ബഖറയുടെ 238. കുട്ടനാടിന്റെ പരിഭാഷ 1-ാം വാള്യം 316-ാമത്തെ പേജിൽ നമുക്ക് ഇങ്ങനെ കാണാം. മാത്രല്ല അദ്ദേഹം ഒരു അടിക്കുറിപ്പും കൂടി കൊടുത്തു അതിന്. ഇനി വ്യാഖ്യാനം എന്താണ്? വ്യാഖ്യാനം കൊടുത്തത്, എന്നാൽ നമസ്കാരം കൊണ്ട് ഉദ്ദിഷ്ട ഫലം സിദ്ധിക്കണമെങ്കിൽ ഏറ്റവും അടക്കത്തോടും ഒതുക്കത്തോടും വിനയത്തോടും കൂടി അത് നിർവഹിക്കണം.
അപ്പൊ അദ്ദേഹം പറഞ്ഞ തന്നെയാണ് ഖുർആൻ പരിഭാഷ. പക്ഷെ കുനൂത്തും കൂട്ടപ്രാർത്ഥനയും എന്നുള്ള പുസ്തകം എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ അഭിപ്രായമുണ്ട്, അതുകൊണ്ട് തർക്കമില്ലാത്ത അഭിപ്രായമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി എല്ലാ കാര്യത്തിനും വാസ്തവത്തിൽ എല്ലാ ഹോൾസെയിൽ ഖുറാഫാത്തിന്റെ ഹോൾസെയിൽ അതുപോലെ തന്നെ റീറ്റെയിൽ വ്യാപാരിയാണ് വേറൊരു മുസ്ലിയാരുണ്ട്, KV മുഹമ്മദ് മുസ്ലിയാർ പന്താവൂര്. ആ പന്താവൂര് മുസ്ലിയാര് ബയാനുൽ ഖുർആൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പരിഭാഷയിൽ വരെ ഈ സത്യം എഴുതുകയാണ്. എന്താ അദ്ദേഹം പറയുന്നത്? ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ഖുർആൻ സൂക്തം അവതരിക്കുന്നത് വരെ ഞങ്ങൾ നിസ്കാരത്തിൽ സംസാരിക്കാറുണ്ടായിരുന്നു. ഇത് അവതരിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചത് നിസ്കാരത്തിൽ സംസാരം പാടില്ലെന്ന്. അതോടെ ഞങ്ങൾ അത് അവസാനിപ്പിച്ചു. ബുഖാരി മുസ്ലിം ബയാനുൽ ഖുർആൻ എന്ന അദ്ദേഹത്തിന്റെ പരിഭാഷ 1-ാം വാള്യം 120-ാമത്തെ പേജ്. അപ്പൊ സത്യം അവിടെ പറയാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നർത്ഥം. അപ്പൊ ഖുർആനിൽ അതിന് രേഖയില്ലാന്ന് ഇപ്പൊ അതോടുകൂടെ വളരെ കൃത്യമായും വ്യക്തമായും ബോധ്യമായി. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളൊരു വിഷയത്തിൽ തർക്കമുണ്ടായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുർആനും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തും സഹാബത്തിന്റെ നടപടിക്രമമൊക്കെ ആണല്ലോ പരിശോധിക്കാറുള്ളത്. അങ്ങനെയാണല്ലോ മാനദണ്ഡം. ഇതിലൊന്നും അതിന് പച്ചക്കൊടി കാണിക്കപ്പെട്ടിട്ടില്ല എന്ന കാരണത്താൽ സമൂഹത്തോട് നമ്മൾ പഠിപ്പിച്ചു ഇങ്ങനെ ഫജ്ർ നിസ്കാരത്തിൽ ഖുനൂത്തില്ല കൂട്ടരേ. അങ്ങനെ പഠിപ്പിച്ചപ്പോ അതിനുവേണ്ടി ഏറ്റുവാങ്ങേണ്ടി വന്ന കുറെ ആരോപണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ബഹുരസാണ് സുഹൃത്തുക്കളെ. ഖുനൂത്ത് ഓതാത്തതിന്റെ കാരണം ഒരു മുസ്ലിയാർ കണ്ടുപിടിച്ചു കളഞ്ഞു ഈ അടുത്ത കാലത്ത്. എന്താ മുജാഹിദുകൾ ഖുനൂത്ത് ഓതാതിരിക്കാനുള്ള കാരണം? കേട്ടോളി, ശ്രദ്ധിച്ചു കേട്ടോളി. സുന്നി വോയിസ് ദൈവാരിക. സുന്നി വോയിസിൽ 2003 ഡിസംബറിൽ ഇറങ്ങിയിട്ടുള്ള സുന്നി വോയിസിൽ എഴുതുകയാണ്. എന്താ അയാൾ പറയുന്നത് നോക്കിക്കോളി. നർമ്മരസത്തിൽ പറഞ്ഞാൽ പ്രാസ്ഥാനിക ബോധമാണ് സുബഹി നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്നതിൽ നിന്ന് മുജാഹിദുകളെ പിന്തിരിപ്പിക്കുന്നത്. പ്രാസ്ഥാനിക ബോധം, പ്രസ്ഥാനത്തോടുള്ള അമിതമായ കൂറും പ്രസ്ഥാനത്തോടുള്ള അമിതമായ സ്നേഹം കൊണ്ടൊക്കെയാണ് മുജാഹിദുകൾ എന്ത് ചെയ്യാത്തത്? ഖുനൂത്ത് ചെല്ലാത്തത്. അതെങ്ങനെയാന്ന് ഇനി മൂപ്പരെ ഗവേഷണം കേട്ടോളി. അല്ലാഹുമ്മ ഹ്ദിനീ ഫീമൻ ഹദൈത്, അല്ലാഹുവേ നീ സന്മാർഗത്തിലാക്കിയവരുടെ കൂട്ടത്തിൽ എന്നെയും സന്മാർഗത്തിലാക്കണമേ എന്ന ദുആയോടുകൂടിയാണല്ലോ ഖുനൂത്ത് ആരംഭിക്കുന്നത്. അയാൾ പറയാണ്, സുപ്രഭാതത്തിൽ നടത്തുന്ന ഈ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു പോയെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം കൂമ്പടഞ്ഞു പോകും. ഈ ഭീതി കൊണ്ടാവും പലരും ഖുനൂത്ത് വേണ്ടെന്ന് തീരുമാനിച്ചത്. കണ്ടോ, ഈ ഖുനൂത്ത് മുജാഹിദുകൾ ഓതാത്ത എന്താ? പ്രസ്ഥാനം കൂമ്പടഞ്ഞു പോകുന്നു പേടിച്ചിട്ടാ. കാരണം എന്താ? സുപ്രഭാതത്തിൽ അല്ലാഹുമ്മ ഹ്ദിനീ ഫീമൻ ഹദൈത് എന്നെ ഹിദായത്തിലാക്കണേന്ന് പറഞ്ഞാൽ പിന്നെ മുജാഹിദ് ഉണ്ടാവും എവിടെയെന്ന്. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനാണ് നശിച്ചു പോകുന്നു പേടിച്ചിട്ട് അത് പറയാൻ മടിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ചു നോക്കി. ഒരു പ്രസ്ഥാനം, ഒരു ആദർശം ജനങ്ങളുടെ മുമ്പിൽ റസൂലുള്ളാഹിയുടെ സുന്നത്ത് അനുസരിച്ച് പഠിപ്പിച്ചതിന്റെ പേരിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ആരോപണം അത്. ബറ്റങ്ങൾ ഇങ്ങനെ തന്നെ എന്തിനും ഇജ്തിഹാദ് ചെയ്ത് കണ്ടെത്തുക. എല്ലാത്തിനും ഇങ്ങനെയെന്ന് പറയുമ്പോ കൊങ്ങനെയെന്ന് പറയും. ഓരോന്നിനും ഓരോ പ്രത്യേക കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ജനസമക്ഷം ഈ പ്രസ്ഥാനത്തെ താറടിച്ച് കാണിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയാണ് സമസ്ത. സമസ്ത ഉണ്ടാക്കിയത് തന്നെ അതിനാണ്. ഞാൻ പറയണതല്ല. നിങ്ങൾ സമസ്തയുടെ പ്രഖ്യാപിത ലക്ഷ്യത്തുള്ള പുസ്തകത്തിലും അവരുടെ ഭരണഘടനയിലൊക്കെ പറയണതാ, 1920-കളിൽ കേരളത്തിൽ നവീനവാദികൾ രംഗത്ത് വന്നപ്പോൾ അവരെ ഖണ്ഡിക്കാനും അവരുടെ വാദമുഖങ്ങളെ തകർക്കാനും വേണ്ടി രൂപീകരിച്ച സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിനു വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയത്. അല്ല ഖുർആൻ ഒരു ദിവസം പഠിപ്പിക്കാനൊന്നുമില്ല. ഇതെന്ത് പറഞ്ഞോ അതിനെ തകർക്കുക, ഇതെന്ത് പറഞ്ഞോ അതിനെ എതിർക്കുക. അപ്പൊ നോക്കി സുഹൃത്തുക്കളെ, എത്ര രസാവഹമായിട്ടാണ് ഇയാൾ ഈ പറഞ്ഞത്. അല്ലാഹുമ്മ ഹ്ദിനീ ഫീമൻ ഹദൈത്, ഹിദായത്ത് തരണേന്ന് പറഞ്ഞാൽ അതെങ്ങാനും പടച്ചോൻ സ്വീകരിച്ചു പോയാൽ പിന്നെ മുജാഹിദ് ഉണ്ടാവോ? കൂമ്പടഞ്ഞു പോകില്ല. അതുകൊണ്ട് പ്രസ്ഥാനത്തോട് വലിയ സ്നേഹമാണ് ഭരിക്കുന്നത്. അള്ളെങ്ങാനും നശിപ്പിച്ചാലോ? അതുകൊണ്ട് നശിക്കാൻ ഇടവരരുത്. അതുകൊണ്ട് സുബൈക്ക് ഖുനൂത്ത് വേണ്ട. എന്താ ഇയാളെ കണ്ടെത്തല്? എന്നിട്ട് ഇയാൾ ന്യായീകരിക്കണത് ഈ 2 ഖുനൂത്തും ഹദീസ് മുഖേന സ്ഥിരപ്പെട്ടതാണ്. ഏത്? ഈ ഖുനൂത്തിനെ സംബന്ധിച്ച് തന്നെ എഴുതുകയാണ്. 2 ഹദീസുകളിലൂടെയും ഒക്കെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇത് കുറെ പറഞ്ഞിട്ട് പറയാണ്, റുക്കൂവിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില അറബി ഗോത്രങ്ങൾക്കെതിരായി പ്രാർത്ഥിച്ചുകൊണ്ട് 1 മാസക്കാലം ഖുനൂത്ത് ഓതി, പിന്നെ അത് വിട്ടു. ബുഖാരി മുസ്ലിം. അനസ് റളിയല്ലാഹു അൻഹു തുടർന്ന് പറയുന്നു, എന്നാൽ സുബഹിൽ ദുനിയാവിൽ നിന്ന് വിട്ടു പിരിയുന്നത് വരെ, വഫാത്ത് വരെ നബി ഖുനൂത്ത് നിർവഹിച്ചുകൊണ്ടേയിരുന്നു. ഇതാണ് മൂപ്പരെ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ
ആ തലയും വാലും ഇല്ലാത്ത അടിസ്ഥാനരഹിതമായ ആ സംഭവമാണ് മൂപ്പര് തെളിവായി കൊടുത്തിട്ടുള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ രൂപത്തിലാണ് ഖുനൂത്ത് ഓതാതിരിക്കാൻ കാരണം കണ്ടെത്തുന്നതെങ്കിൽ ആരൊക്കെ ഇനിയിപ്പോ ഇതിന്റെ വകുപ്പിൽ പെടണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുനൂത്ത് ഓതിയിട്ടില്ല, ഖലീഫമാർ ഓതിയിട്ടില്ല, സ്വഹാബിമാർ ഓതിയിട്ടില്ല. ഇവർക്കൊക്കെ പ്രസ്ഥാനം കൂമ്പടഞ്ഞു പോകുന്നുള്ള ഭയം കൊണ്ടായിരുന്നോ? ഈ സഹാബി പറഞ്ഞില്ലേ ഇവരൊന്നും ഓതിയിലാണ്, ഇവർക്കൊക്കെ പ്രസ്ഥാനം കൂമ്പടഞ്ഞു പോകുന്ന ഭയമാണോ? എന്തെങ്കിലും പറയുമ്പോ ഇതിനൊരു ന്യായം വേണ്ടേ? സാധാരണ ആൾക്കാർ പറയണ്ടെങ്കിൽ നോണയാണെങ്കിലും കേൾക്കാൻ രസമുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു യുക്തിയൊക്കെ വേണ്ടേ? ഇതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ഈ പ്രവാചകന്റെ ഈ സഹാബിമാര് മാത്രല്ല, പിന്നീട് വന്ന മദ്ഹബിന്റെ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായങ്ങൾ പോലും എന്താണ്? നിങ്ങൾ നോക്കൂ, ഇവരുടെ തന്നെ പുസ്തകത്തിൽ കാണാം. ഇസ്ലാം മത കർമ്മശാസ്ത്ര വിധികൾ എന്ന പുസ്തകത്തിന്റെ 133-ാമത്തെ പേജിൽ കാണാം, സുബഹി നിസ്കാരത്തിൽ ഖുനൂത്ത് സുന്നത്തല്ലെന്നാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അബൂ ഹനീഫ ഇമാമിന്റെ പക്ഷം എന്താണ്? സുബഹിക്ക് ഖുനൂത്ത് സുന്നത്തില്ല. മാത്രല്ല, വേറെ കൂറ്റനാട് മുസ്ലിയാർ തന്നെ എഴുതുന്നുണ്ട്, ഹനഫി ഹംബലി മദ്ഹബുകളിൽ സുബഹിക്ക് ഖുനൂത്ത് സുന്നത്തില്ലല്ലോ. അപ്പൊ ഹനഫി മദ്ഹബിലും ഇല്ല, ഹംബലി മദ്ഹബിലും എന്തില്ല? സുബഹിക്ക് ഖുനൂത്തില്ല. തന്നെയല്ല, ഇവര് തന്നെ എഴുതുന്നു അതേ പുസ്തകത്തിൽ, മുജ്തഹിദുകളായ 4 ഇമാമുകളുടെയും മദ്ഹബുകൾ സത്യത്തിൽ അധിഷ്ഠിതം തന്നെ. അപ്പൊ 4 മദ്ഹബും സത്യമാണ്. പിന്നെ എങ്ങനെ ഈ വിരോധാഭാസം? 4 സത്യമാണ്. എന്നാ ഒരു കൂട്ടർക്ക് ഇത് ബിദഅത്താണ്, പാടില്ല. അബൂ ഹനീഫ ഇമാമിന് ഇത് ബിദഅത്താണ്, അദ്ദേഹം ഇത് പാടില്ല എന്നാ പറയുന്നത്. അതുപോലെ തന്നെ ഹംബലി മദ്ഹബിലുമില്ല. ഇനി ഈ മുസ്ലിയാർ പറയട്ടെ, ഇത് എഴുതി വിട്ട മുസ്ലിയാർ പറയട്ടെ, എന്ത്? അബൂ ഹനീഫ ഇമാമിന്റെ ഹനഫികൾക്കും അതുപോലെ തന്നെ ഹംബലികളും ഒന്നും ഫജ്റിൽ ഖുനൂത്ത് ഓതാത്തത് ഹംബലി മദ്ഹബെങ്ങാനും നശിച്ചു പോകുന്നു പേടിച്ചിട്ടാണോ? ഹനഫി മദ്ഹബെങ്ങാനും ലോകത്തുനിന്ന് പടച്ചോ നശിപ്പിച്ചേക്കുന്ന് ഭയപ്പെട്ടിട്ടാണോ? എന്താ ഈ പറയുമ്പോ ശ്രദ്ധിക്കട്ടെ, എവിടൊക്കെ ചെന്നിട്ടാ ഇത് കൊള്ളുന്നത്? മാത്രല്ല, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ മുസ്ലിയാരുണ്ടല്ലോ, ഇത് എഴുതിയ മുസ്ലിയാരുടെ പേര് അബൂ ഇസ്ഹാഖ് ഇസ്മായിൽ മൗലവി എന്നാണ്. നല്ല പ്രായമുള്ള മൗലവിയാണ്. കുറെ കാലമായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലയിടത്തൊക്കെ ഇങ്ങനെ ചാടും. ഇപ്പൊ ഏതോ ഒരു പാളയത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ട്, സുന്നി ഗ്രൂപ്പുകളുടെ വേറൊരു പാളയത്തിൽ അവസാനം എത്തിപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പലയിടത്തൊക്കെ ഇപ്പൊ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ചാടുന്ന ആളാണ്, ഒരു ചാടിക്കളി മൗലവിയാണ്. അപ്പൊ ഈ ആളിതാണ് ഇങ്ങനെ പറഞ്ഞത്. ഇയാളെ സംബന്ധിച്ചിടത്തോളം പറയുന്ന വാക്കിനൊന്നും ഒരു തലയില്ല, വെറുതെ പറയണല്ല സുഹൃത്തുക്കളെ. ഇന്നിപ്പോ ഏതാണ്ട് മുത്തഫഖുൻ അലൈഹി ആയ ഒരു സംഗതിയാണ്, സ്ത്രീധനം പാടില്ലാത്ത സംഗതിയാണ്. മതബോധമൊന്നും വേണ്ട ഇതിന്. എല്ലാരും പറയുന്നുണ്ട്, ഇത്തിരി മനുഷ്യപ്പറ്റുള്ളവനൊക്കെ പറയുന്നുണ്ട് അത് ഹറാമായ പരിപാടി. ഹറാമാന്ന് വല്ല വാചകം പറയുന്നില്ലെങ്കിലും ക്രൂരതയാണ്, കഠിനമാണ് എന്നൊക്കെ പറയാത്തവരാരുള്ളത്. എന്നാൽ ഇയാൾ മുജാഹിദ് വിരോധം തലക്ക് കയറിയ ഈ മുസ്ലിയാർ, ഇയാൾ കൃത്യമായിട്ട് എന്താ എഴുതി വെച്ചതെന്നറിയങ്ങൾ? ഇവരുടെ തന്നെ പ്രസിദ്ധീകരണം സുന്നി വോയിസിൽ 2004 ജനുവരി ലക്കം സുന്നി വോയിസിൽ എഴുതാണ്. എന്താ ഇയാൾ എഴുതുന്നത്? മുജാഹിദുകൾ സ്ത്രീധനത്തെ അനിസ്ലാമിക എന്ന് പറയുന്നുണ്ട് എന്നതിനെ വിമർശിച്ചുകൊണ്ട് ടിയാൻ എഴുതുന്നത് എന്താ? വിവാഹത്തോടനുബന്ധിച്ച് പിതാവോ മറ്റു രക്ഷാകർത്താക്കളോ വധുവിന് നൽകുന്ന ഒരു പാരിതോഷികമാണ് സ്ത്രീധനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓ, എന്താ പാരിതോഷികം! എത്ര വളരെ മനസ്സുകൊണ്ട് നല്ല സന്തോഷിച്ചിട്ടാ അമ്മോശാക്കാൻ മരുവനത് കൊടുക്കണെന്നറിയോ? ആ മനുഷ്യൻ ഉറങ്ങിയിട്ട് മാസങ്ങളായിട്ടുണ്ടാവും. അയാളെ ചോരയും ചലോ ഇറച്ചിയും കൂടി കൂട്ടിക്കുഴച്ച ബിരിയാണി ആ സ്ത്രീധന കല്യാണത്തിന് പോയോ തിന്നുവിടുന്നത്. അത്ര ക്രൂരമായ രക്തമൂറ്റി കുടിക്കുന്ന ഈ പരിപാടി ഇയാൾ നിസ്സാരവൽക്കരിച്ചിട്ട് അവസാനം പറയാണ്, ഇത്തരം ഒരു സ്ത്രീധനം അനിസ്ലാമികം എന്ന് പറയാൻ ഒരു തെളിവും കണ്ടെത്താനാവില്ല. ഒരു തെളിവ് മൂപ്പർക്ക് കണ്ടെത്താനാവില്ല. എങ്ങനെ കാണുക? കിതാബ് വെക്കാൻ നേരം വേണ്ട, ചാടല്ലേ കുറച്ചു കാലം ഈ പാർട്ടിയിൽ, പിന്നെ അപ്പുറത്തേക്ക് ആടി ഇപ്പുറത്തേക്ക് ആടി ഇങ്ങനെ ചാടിക്കളിക്കല. കിതാബ് വെക്കാൻ നേരം വേണ്ടേ? അപ്പൊ കാണുന്നില്ല എന്നാ പറയുന്നത്. മാത്രല്ല, വല്ല തെളിവും വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ മുജാഹിദുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതവർ വെളിക്ക് കൊണ്ടുവരേണ്ടതാണ്. ഇയാളെവിടെയാ? ഇയാളേത് ലോകത്താ ജീവിക്കുന്നത്? എത്ര കൊല്ലായി മുസ്ലിയാരെ എല്ലാ സ്റ്റേജുകളിലൂടെയും പേജുകളിലൂടെയും മുജാഹിദ് പ്രസ്ഥാനം ആയത്തോരുന്ന് ലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിലി, ആരാന്റെ മുതൽ അന്യായമായി തിന്നരുത് കൂട്ടരെ. എത്ര ആയത്തോതി, എത്ര സ്ഥലത്തോതി, എത്ര ഹദീസുകൾ ഉദ്ധരിച്ചു. വെളിക്ക് കൊണ്ടുവരണം. ഞങ്ങൾക്ക് കേൾക്കാൻ ഒഴിവ് വേണ്ടേ? അല്ലെങ്കിൽ ഇത് കേൾക്കാൻ മനസ്സ് വേണ്ടേ? ഇങ്ങനെ ഈ പ്രസ്ഥാനത്തെയും ഇത് പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങളുടെ മുമ്പിൽ വളരെ വസ്തുനിഷ്ഠമായി പ്രമാണനിബദ്ധമായി കൊണ്ട് സംസാരിക്കുമ്പോൾ അവക്കെതിരെ ഈ നിലക്കുള്ള വില കുറഞ്ഞ വിമർശനങ്ങൾ എഴുതിവിടുകയാണ് ഈ മനുഷ്യന്റെ ഒരു പണി.
പടച്ചോൻ അയാൾക്ക് ഇനി ഇതിലേക്ക് തന്നെ നല്ലൊരു നിലക്ക് യഥാർത്ഥമായ സുന്നത്ത് ജമാഅത്തിലേക്ക് ഒരു തിരിച്ചുവരവ്, അതിനുള്ള തൗഫീഖ് അള്ളാഹു കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യല്ലാതെ ഒന്നും പറയല്ല. ഇതൊക്കെ അങ്ങനെയാണ്, ഇതൊക്കെ അള്ളാഹ് കൊടുക്കണം, പടച്ചതമ്പുരാൻ കൊടുക്കണ ഈ ഹിദായത്ത് എന്ന് പറയുന്നത്. മാത്രല്ല എന്താ, ഇദ്ദേഹത്തിന്റെ തന്നെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടികൾ പോലും ഒരു കാലഘട്ടത്തിൽ അവർ പറഞ്ഞു സമസ്തന്റെ മുഷാവറൊക്കെ പാസാക്കിയ സ്ത്രീധനം ഓർക്കാട്ടേരിക്കാരുടെ ചോദ്യത്തിന് മറുപടിയായി സമസ്ത മുഷാവറ പറഞ്ഞു സ്ത്രീധനം അനിസ്ലാമികാണെന്ന് പറയാൻ പറ്റൂല. പക്ഷേ അവര് പോലും മറിച്ച് ചിന്തിച്ചു. അവസാനം എന്താ എഴുതിയെന്നറിയോ? വിശ്വാസത്തെയും സംസ്കാരത്തെയും പറിച്ച് ചീന്തുന്ന കരടിയാണ് സ്ത്രീധനം, ഏറ്റവും ദുഷിച്ച സമ്പാദ്യം. ഇത് കാന്തപുരം വിഭാഗത്തിന്റെ തന്നെ മാസികയിലുള്ളതാ. അവിടേക്ക് മാറി ഇയാൾ അപ്പോഴും ഇത് മനസ്സിലായിട്ടില്ല. എപ്പോഴും ചോദിക്കാവല്ല ആയത്തോ അജീത്തോ കണ്ടെങ്കിൽ വെളിച്ചത്ത് കൊണ്ടുവരണേ, ഇവിടേക്ക് വെളിച്ചത്ത് കൊണ്ടുവരണേ, സ്വന്തം പാത്രത്തിൽ വെളിച്ചത്ത് കൊണ്ടുവന്നത്. ഇത് എന്താ പറഞ്ഞത്? വിശ്വാസത്തെയും, വിശ്വാസം ഒരു ബന്ധമുണ്ടെന്ന്, വിശ്വാസത്തെയും സംസ്കാരത്തെയും പറിച്ച് ചീന്തുന്ന കരടിയാണ് സ്ത്രീധനം, ഏറ്റവും ദുഷിച്ച സമ്പാദ്യമാണ് സ്ത്രീധനം. സ്ത്രീധനം എന്ന വിപത്ത് എന്നൊക്കെയാണ് ചില ലേഖനങ്ങളുടെ തലക്കെട്ട്. മാറ്റങ്ങൾ വന്നില്ലേ? ഇയാളാ മാറ്റൊന്നും അറിഞ്ഞില്ല. ഇയാൾ ഇപ്പോഴും ഇങ്ങനെ ഇജ്തിഹാദ് ചെയ്യാ, മുജാഹിദുകൾ കുനു തോതാത്തെന്താ പാർട്ടി പൊളിഞ്ഞോ എന്ന് പേടിച്ചിട്ടാണ് ഇങ്ങനെ. സുഹൃത്തുക്കളെ, ഇതുപോലെ എന്തെല്ലാം ആരോപണങ്ങൾ നിത്യജീവിതത്തിൽ നമ്മുടെ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സമൂഹത്തിൽ കേൾക്കുന്നുണ്ട്, പലതുമുണ്ട്. ഇത് കേൾക്കുന്ന സാധാരണക്കാർ വിചാരിക്കും നേരെ കേട്ടോ ശരി തന്നെ ഇരിക്കുവോ, ഇവരാ കുനു തോതാത്ത ചിലപ്പോ അതന്നെ ആയിരിക്കട്ടോ, ഇയാൾ പറയുന്നിടത്തും കുറച്ചൊക്കെ കാര്യമുണ്ട് എന്ന് പറയും. എന്നാ സുഹൃത്തുക്കളെ, ഞാൻ വിശദീകരിച്ചതാണ് ഇതിന്റെ വസ്തുത. അതുകൊണ്ട് എന്തുകൊണ്ട് ഫജ്റിൽ ഖുനൂത്ത് ഓതുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ മറുപടി പറയാൻ നമുക്ക് സാധിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുക. സഹാബിമാരുടെ ചരിത്രങ്ങളിൽ നിന്നും അവരുടെ സമ്പ്രദായങ്ങളിൽ നിന്നും അവരുടെ പ്രവർത്തന നടപടിക്രമങ്ങളിൽ നിന്നുമൊക്കെ നമ്മളത് പഠിച്ചു വെക്കുക, മനസ്സിലാക്കുക. അതല്ലാതെ ഒരു കൃത്യമായിട്ട് ജനങ്ങൾക്ക് കിട്ടാവുന്ന ഒരു നല്ല ദുആ ഫജ്റിന്റെ നിസ്കാരത്തിൽ നമ്മൾ മുടക്കികളാവുകയല്ല. അതുകൊണ്ട് സധൈര്യം മുജാഹിദ് പള്ളികളിലേക്ക് പോയിക്കൊള്ളട്ടെ. സുബഹി നിസ്കാരത്തിൽ പോയാലും ഒന്നും പറ്റുന്നില്ല, നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതാത്തത് നബിചര്യയിൽ അതില്ലാത്തത് കൊണ്ടാണ് എന്ന സന്ദേശം നിങ്ങൾ കൈമാറുക, അത് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക ചര്യയെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുവാൻ, സഹാബാക്കിറാം മനസ്സിലാക്കിയ ദീനിനെ പ്രതിനിധാനം ചെയ്യുവാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. തമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. ഇസ്ലാമികമായൊരു ജീവിതം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ സുഖപ്പെടുത്തുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا إنك أنت الغفور الرحيم اللهم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.